പൗർണമിക്കാവിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്ന ബാല ത്രിപുരസുന്ദരി ദേവിയാണ്. കഴിഞ്ഞ് പഞ്ചമുഖ ഗണപതിയുണ്ട്. പഞ്ചമുഖ ഗണപതിയുടെ 8 അടിയോളം ഉയരം വരുന്ന വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. നാഗരുടെ 12 അടിയോളം ഉയരമുള്ള വിഗ്രഹം. അതുപോലെ ഹാലാസ്യ ശിവൻ്റെ 5.5 അടിയുള്ള പൂർണ്ണ രൂപത്തിലുള്ള വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പിന്നെ അഗ്നിലിംഗേശ്വരനുണ്ട്. അതുപോലെ ഈ നടയിൽ നിന്ന് നടന്നു കിട്ടാത്തതായ ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടുന്നത്. ജീവിതത്തിൽ വന്നു ചേരുന്ന ഏതൊരു പ്രശ്നവും മാറ്റിയെടുക്കുവാൻ, ഏത് പ്രശ്നമെന്ന് വെച്ചാൽ സത്യസന്ധമായ കാര്യങ്ങളായിരിക്കണം. അന്യായമായ ഒരു കാര്യവും ഇവിടെ നിന്ന് നടന്നു കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. കാരണം എല്ലാം സത്യം ധർമ്മം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ആർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകാറുള്ളൂ. അതേപോലെ തന്നെയാണ് ദേവതകളും സത്യസന്ധമായ എല്ലാ കാര്യവും നിർവഹിച്ചു കൊടുക്കുന്നതുമായിരിക്കും. ഇനി എത്ര വർഷം കൊണ്ട് പല പല കേസുകൾ വന്നിട്ട് അതിൽ ഒരു വിജയവും കാണാതെ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലെത്താതെ ഇരിക്കുന്ന കേസുകളുള്ളവരായിരുന്നാലും ഏതൊരു വിഷയമായിരുന്നാലും ശരി, അപമൃത്യു തുടങ്ങി ഏത് കാര്യമായിരുന്നാലും ഈ സന്നിധിയിൽ നിന്ന് നടന്നു കിട്ടുന്നതായിരിക്കും. അതിനായി ഇവിടെ കാര്യങ്ങൾ നോക്കി പറഞ്ഞു കൊടുക്കുവാനുള്ള ദൈവീയ ശക്തികളുടെ ഉപാസകരായ ഏതാനും 7ഓളം പേര് ഇവിടെ ഉണ്ട്. അത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഉപദേവതകളുടെ വിഗ്രഹങ്ങൾക്ക് സമീപമാണ് അവർ നിലകൊള്ളുന്നത്. സൗജന്യമാണ് അവരുടെ സേവനം. എന്ത് കാര്യം ചോദിച്ചറിയുവാനുണ്ടോ അവരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പ്രതിവിധികൾ അവർ തന്നെ പറഞ്ഞു തരും. നിസ്സാരമായ ചെലവിലുള്ള പ്രതിവിധികൾ അവർക്ക് അത് നിർവഹിക്കാൻ സാധിക്കുന്നതുമാണ്. ഇവിടെ വന്ന് ഇവിടെ ഏതൊരു ഭക്തൻ വന്നാലും ദേവി പറയുന്നത് അന്ന് മുതൽ ദേവിയുടെ കുടുംബത്തിലെ കുഞ്ഞാണ് എന്നാണ് ദേവി പറയുന്നത്. ആയതിനാൽ ദേവി അന്ന് മുതൽ അവരുടെ കാര്യങ്ങൾ നോക്കി ഒരു വിഷയങ്ങളും ജീവിതത്തിൽ സംഭവിക്കാതെ ഞാൻ പരിപൂർണമായി അവരെ സംരക്ഷിച്ചിരിക്കും എന്നാണ്. പക്ഷേ അവരുടെ ഉറച്ച വിശ്വാസം ദേവിയിലുണ്ടാകണം. അത്രയധികം ഭക്തിയും ദേവിയോടുണ്ടാകണം. അല്ലാതെ ദേവിക്കൊന്നും കൊണ്ട് കൊടുക്കുക എന്നുള്ളതിലല്ല പ്രാധാന്യം. മനുഷ്യൻ്റെ വിശ്വാസമാണ് ദേവിക്ക് പ്രാധാന്യമായിട്ടുള്ളത്. ആ ഒരു ഉറച്ച വിശ്വാസമുള്ളവർക്ക് പൗർണമിക്കാവിൽ നിന്ന് നടന്നു കിട്ടാത്തതായ ഒരു കാര്യവും ഇല്ല എന്നാണ് പറയേണ്ടത്. അതായത് നമ്മൾക്ക് മരണം ഒഴികെയുള്ള അപമൃത്യു പോലും മാറ്റുവാൻ സാധിക്കും. മരണം ഒഴികെ ഏത് വിഷയവും പൗർണമിക്കാവിൽ നിന്ന് നടത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അന്യായമായ ഒരു കാര്യവും ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥന നടത്തരുത്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.